തങ്ങളുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ഹമാസ് സൈനിക മേധാവി കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്ക് വലിയ ക്ഷീണമായി മാറി. അതിനുശേഷം തുടരെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചു. ഇന്നലെ ഇസ്രായേലിൻ്റെ നിരവധി ആയുധപ്പുരകൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി. ആയുധപ്പുരകൾ നിന്ന് കത്തുന്ന സ്ഥിതിവിശേഷം. അത്ര രൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുള്ള അഴിച്ചുവിട്ടത്. ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അയൺ ഡോമിൻ്റെ ശക്തിയെ തകർത്തുകൊണ്ട് ആയുധപ്പുരകൾക്ക് നേരെ ഹിസ്ബുള്ള നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടു. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം ഇസ്രായേൽ പ്രഖ്യാപിച്ചു: ഹിസ്ബുള്ളയെ ഒതുക്കണം, ഹിസ്ബുള്ളയെ തകർക്കണം. അതിനുവേണ്ടി യുദ്ധസജ്ജരായി നിൽക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി യുദ്ധസജ്ജരായി നിൽക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് ബെഞ്ചമിൻ നെതന്യാഹു എല്ലാവിധ ആശംസകളും നേർന്നിരിക്കുന്നു. ഹിസ്ബുള്ളയെ തകർക്കാൻ നേരത്തെ തന്നെ ഇസ്രായേൽ തീരുമാനിച്ചതാണ് ഹിസ്ബുള്ളയുടെ അടിവേരിറക്കാൻ. പക്ഷേ അമേരിക്ക അത് തടഞ്ഞു. കാരണം ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ അത് ലെബണനെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. ലെബണനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായി പിന്നീട് അത് മാറും. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയുമായി യുദ്ധത്തിന്, ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാൻ. ലെബണൻ ആകെ മൊത്തം അസ്വസ്ഥമാണ്. കാരണം ഹിസ്ബുള്ളയെ ആക്രമിക്കാനെന്ന പേരിൽ തങ്ങളുടെ പൗരന്മാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്ന് ലെബണൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഈ മുന്നറിയിപ്പൊന്നും ഇസ്രായേൽ വകവയ്ക്കുന്നില്ല. ഹിസ്ബുള്ളയെ തകർക്കുക മാത്രമാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഹിസ്ബുള്ള തങ്ങളുടെ ആയുധപ്പുരകൾ കത്തിച്ചു കളഞ്ഞത് ഇസ്രായേലിന് വലിയ ക്ഷീണമായി മാറി. ശക്തി എന്ന് അഭിമാനിക്കുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള രാജ്യം എന്ന് അഭിമാനിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ വലിയ തോതിൽ തിരിച്ചടി നൽകുന്ന സൈനിക കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഹമാസിനെ ഒതുക്കാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ ലെബണനെതിരായുള്ള യുദ്ധമായി മാറിയിരിക്കുന്നു. എന്തായാലും ഹിസ്ബുള്ളയെ ഇനി വെറുതെ വിടാൻ ഒരുക്കമല്ല എന്ന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ഹിസ്ബുള്ളയുടെ നാശമാണ്. പക്ഷേ ഗസയിൽ കാണിച്ചതുപോലെ സാധാരണക്കാരെ കൊന്നുകൊണ്ട് ഹിസ്ബുള്ളയെ തേടുക എന്നത് ഇസ്രായേലിന് അപ്രാപ്യമാണ് ലെബണനിൽ. കാരണം ലെബണൻ സർക്കാർ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, തങ്ങളുടെ പൗരന്മാരെ തുടരുത്, തങ്ങളുടെ കുഞ്ഞുങ്ങളെ തുടരുത്, തങ്ങളുടെ ആരാധനാലയങ്ങളെ തുടരുത്.